ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടും കാണിക്കാനായിട്ടൊക്കെ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്ന് നമ്മൾ സാധാരണ എണീക്കണേക്കാളും കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 4:30 ആകുമ്പോൾ എണീച്ചിട്ടുണ്ടായിരുന്നു. 4:30 എണീച്ചിട്ട് പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു 5:15 5:30 ആകുമ്പോഴാണ് കേട്ടോ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ചെയ്യാൻ ടൂർ പോവുകയാണ് കേട്ടോ സ്കൂളിൽ നിന്ന്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഒരു സ്വൈരം തരുന്നില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു എനിക്ക് പോകണം ടൂർ പോകണം പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ വിടണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചറോട് വിളിച്ച് പറയുകയും ചെയ്തു ഞാനിപ്പോൾ പറഞ്ഞയക്കണില്ല എന്നൊക്കെ. കാരണം ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് എത്രയായാലും എല്ലാവർക്കും ടീച്ചർമാർ നോക്കണില്ല എന്നല്ല, പക്ഷെ നമുക്കൊരു എന്തോ ഒരു സമാധാനക്കേട്. പിന്നെ അങ്ങനെ പറഞ്ഞയച്ചിട്ടൊന്നുമില്ല ഒറ്റയ്ക്ക്. റിസാനെ പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ, 5ാം ക്ലാസ്സിൽ നിന്ന് അവൻ പോയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒരു 5-ലൊക്കെ ആകുമ്പോൾ പറഞ്ഞേക്കാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇനി ഈ ആൾ സമ്മതിക്കണേ ഇല്ല. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ യാസീൻ. അപ്പോൾ യാസീൻ പോകണമെന്ന് പറഞ്ഞിട്ടാണ് കരച്ചിൽ തുടങ്ങിയത്. പിന്നെ നമ്മുടെ അളിയനും നാത്തൂനൊക്കെ കൂടിയിട്ട് കോയമ്പത്തൂർ പൊള്ളാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. അളിയനക്ക് അവിടെയാണ് കേട്ടോ പണി. അപ്പോൾ അവിടെ കുറച്ച് ദിവസം നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരും ഇന്ന് നേരത്തെ തന്നെ പോകും. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ റെഡി ആവണുണ്ട്. അപ്പോഴേക്കും ഞാൻ വേഗം പത്തിരിക്കുള്ള പൊടിയൊക്കെ വാട്ടി വെച്ച് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി വാങ്ങിച്ചതാണ് കേട്ടോ. രാത്രിക്ക് നമുക്ക് ചോറും കറിയൊക്കെ ഇരിക്കണോണ്ട് തന്നെ രാത്രി എടുത്തില്ല കേട്ടോ. പിറ്റേ ദിവസം പത്തിരി ഉണ്ടാക്കണതല്ലേ, അപ്പോൾ അതിലേക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിതാ ഉള്ളിയൊക്കെ ഒന്ന് വേഗം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അടുക്കളയിൽ എന്നെ സഹായിക്കുന്ന ഒരാളാണ് കേട്ടോ ഈ ചോപ്പർ കൂട്ടൻ. കുറച്ച് സമയം അങ്ങോട്ട് ലാഭം കിട്ടാറുണ്ട്. കാരണം നമ്മളിതിങ്ങനെ നിന്നിങ്ങനെ അരിഞ്ഞുണ്ടാക്കണതിന് പകരം ഇതിലെടുത്തിട്ട് 4 അമർത്തലാണ്ട് അമർത്തിയാൽ മതി, സംഭവം റെഡി ആയിട്ട് കിട്ടും. നല്ലതാണ് കേട്ടോ. എനിക്കിങ്ങനെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ ചോപ്പർ എങ്ങനെയുണ്ട്. ഞാനിതുപോലത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കത് വലിയ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നില്ല, ഞാനത് എടുത്ത് വെച്ചെടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുകയാണ്, ഇത് നല്ല ഉപകാരമാണ് കേട്ടോ. കാരണം നമുക്ക് നിറച്ചിട്ടാലും ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നല്ല പാട് പോലെ തോന്നും. പക്ഷെ നന്നായിട്ട് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ എന്താ പറയുക ചോപ്പ് ചെയ്തിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ഉപകാരമാണ്. ചെയ്തൊക്കെ എടുത്ത് വെക്കേണ്ട. നമ്മളിങ്ങനെ അത് ചെയ്ത് തുടങ്ങിയാലല്ലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ എന്ന് പറയണ പോലെ നമുക്ക് അപ്പോഴാണ് അറിയുള്ളൂ അതിൻ്റെ വില. അപ്പോൾ ഇതാ നമ്മൾ പത്തിരിക്ക് നേരത്തെ പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടാറിയാലാണ് നമുക്കത് ശരിയാക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് അപ്പുറത്ത് ഞാൻ ഉള്ളിയൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. നമ്മളെല്ലാം കൂടി കുക്കറിലിട്ടിട്ട് അടിക്കണില്ല കേട്ടോ. സാധാരണ ഞാൻ അങ്ങനെയാണ് അടിച്ചെടുക്കാറ്. ഇത് നമ്മൾ കുനുകുന അരിഞ്ഞതാണല്ലോ, അപ്പോൾ ഒന്നും കൂടി ചൂട് തട്ടുമ്പോഴേക്കും വാടി കിട്ടും. അപ്പോൾ പിന്നെ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ഇത് അതിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. ആദ്യം ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് പിന്നെ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്ത് വേപ്പില ഇട്ട് കൊടുത്ത് ആ ഒരു സമയം കൊണ്ട് ഞാനിതാ ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അതൊരു ഇത്തിരി വലിയ പീസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത്. ചിക്കനും മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കറി വെക്കുന്ന സമയത്ത് എന്നൊരു 4 പീസ് എടുത്തിട്ട് മാറ്റി വെക്കാറുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റന്നാൾ വെക്കാനോ അല്ലെങ്കിൽ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വെക്കാനൊക്കെയാണ് കേട്ടോ അങ്ങനെ മാറ്റി വെക്കണത്. നമ്മളിതിനിപ്പോൾ മുഴുവൻ എടുത്തിട്ട് കറി വെച്ചിട്ടുണ്ടെങ്കിലും അതെങ്ങനെയായാലും ബാക്കിയാവും. ഇല്ലെങ്കിൽ ഇന്ന് കേടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മൊത്തം കൊണ്ടുപോയി കളയേണ്ടി വരും. അപ്പോൾ അതിലും നല്ലതല്ലേ നമ്മൾ പിറ്റേ ദിവസം എടുത്തിട്ട് ഒരു നല്ലൊരു കറി വെക്കണത്. ഫ്രഷായിട്ട് വെക്കും ചെയ്യുക, തലേ ദിവസത്തേണെന്ന് അറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നിന്നൊരു 4 പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നാളെ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാ ഞാൻ ചിക്കനൊക്കെ ഒന്ന് കഴുകിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. സാധാരണ ഞാൻ ഈ ഉരുളിയിലൊന്നും വെച്ച് കുത്തിയെടുക്കാറില്ല കേട്ടോ. വല്ല പാത്രത്തിലോ അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡുമേലൊക്കെ വെച്ചിട്ട് അങ്ങനെ കുത്തിയെടുത്തെടുക്കാറാണ്. ഇത് കഴുകണ്ടേന്നുള്ളൊരു മടിക്കാണ് കേട്ടോ അങ്ങനെ ചെയ്യാറ്. പാത്രങ്ങൾ അങ്ങനെ ഒറ്റയ്ക്കുള്ളപ്പോൾ അങ്ങനെ കഴുകാനാക്കാറില്ല കേട്ടോ. ആവണത് അപ്പോൾ അങ്ങനെയായിട്ട് കഴുകി വെക്കാറാണ്. അപ്പോൾ നമുക്ക് പാത്രങ്ങൾ കഴുകേണ്ട എണ്ണം കുറയും. മറ്റതെല്ലാം കൂടി ഒരുമിച്ചാവുമ്പോൾ അല്ലാഹുവേ ഇതെല്ലാം ഇനി ഞാൻ കഴുകിയെടുക്കണ്ടേന്ന് തോന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ. ആവണത് അപ്പണ്ട് കഴുകി വെക്കാറാണ്. അപ്പോൾ അത് ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചും പെരിഞ്ചീരകം കൂടിയിട്ടാണ് കേട്ടോ ചതച്ചത്. അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം തക്കാളിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളിയൊക്കെ ഇതിൽ ചോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. കാരണം നമുക്കതൊരു കുഴമ്പ് രൂപത്തിലായിട്ട് കിട്ടും. നമുക്ക് തക്കാളി ഇങ്ങനെ വാടാനായിട്ട് നിൽക്കേണ്ട ഒരു സമയമൊന്നുമില്ല കേട്ടോ. അതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതാണ്. കാരണം അതിൽ പെട്ടെന്ന് നമുക്കായി കിട്ടും. അപ്പോൾ അതൊന്ന് വാടി കിട്ടിയപ്പോൾ ഞാൻ അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല, പിന്നെ ചിക്കൻ മസാലപ്പൊടി അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാലപ്പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ കഴുകി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ എരിവിന് കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ആ ഒരു കളറ്. കുരുമുളക് പൊടി ഇട്ടിട്ട് ചിക്കൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ കറിയൊക്കെ അതിലേക്കുള്ള മസാല ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് പത്തിരി വേഗം പരത്തിയെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇത് വേഗം അടുപ്പിലാക്കി വെച്ചിട്ടാണ് കേട്ടോ, അടച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇനി പത്തിരിയൊക്കെ പരത്താനായിട്ട് നിൽക്കുന്നത്. നമ്മൾ എത്ര തോനെ കറി വെച്ചാലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടി ഉണ്ടാവും, ഇത് തികയോ, എല്ലാവരും ഉള്ളതല്ലേ, എന്താ ഉണ്ടാവുക എന്നൊക്കെ ഒരു പേടി ഉണ്ടാവൂലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കും. അതേപോലെ ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മളെന്താ അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ കറിക്കൊക്കെ ഒരു ഇത്തിരി കട്ടി കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ കറിയൊക്കെ അവിടെ ആവാൻ വേണ്ടിയിട്ട് ഇതാ മൂടിയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പത്തിരിപ്പൊടി ഒന്ന് വേഗം കുഴച്ചെടുക്കുകയാണ്. അങ്ങനെ പത്തിരി പരത്തലും കുഴക്കലും ചുടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അവർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവർക്കുള്ള കറിയൊക്കെ ഒന്ന് വേഗം വിളമ്പി കൊണ്ടുപോയി വെച്ച് കൊടുക്കുകയാണ്. ഇതിനിടയിൽ നമുക്ക് സയാനൊന്ന് ഒരുക്കി കൊടുക്കാനുണ്ട്, അവനക്കും പോകാനുള്ള സമയമായി. ഒരു 7:45 ആകുമ്പോഴേക്കും സയാനക്ക് പോകണം, 7:15 മറ്റവർക്കും പോകണം കേട്ടോ. അപ്പോൾ അതാ അവർ റെഡി ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള കറിയും കടിയൊക്കെ കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചായ കുടിക്കണതും അവർ കഴിക്കണതൊന്നും ഞാൻ എടുക്കണില്ല കേട്ടോ. അതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാനത് ഒഴിവാക്കിയത്. ഇനി എൻ്റെ വീഡിയോയിൽ അങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാവില്ല കേട്ടോ, ഭക്ഷണം കഴിക്കണതായിട്ടുള്ള ഒരു വീഡിയോ ഇനി ഉണ്ടാവില്ല. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഒഴിക്കണതൊക്കെ എടുക്കും, അല്ലാതെ ഉള്ളത് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതാ സയാനെ ഞാൻ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അവന് ഇതാ യൂണിഫോം ഇട്ടിട്ടാണ് കേട്ടോ പോണത്. ഒരു കൂട്ട് ഡ്രസ്സ് ബാഗിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തോർത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ബാഗിൽ വെച്ചിട്ടുണ്ട്. അവർ റെഡി ആയിട്ട് നിൽക്കണുണ്ട് കേട്ടോ. ഇനി അവനെ കൊണ്ടാക്കാൻ വേണ്ടി പോകണം. അവനക്ക് ചായ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ കൊണ്ടാക്കി കൊടുക്കാൻ റിസാനും കൂടി പോകുന്നുണ്ട് കേട്ടോ. ആൾ നല്ല സന്തോഷത്തിലാണ് കേട്ടോ, കാരണം ചായ ഒന്നും കുടിച്ചിട്ട് ഇറങ്ങണമെന്നില്ല കേട്ടോ. എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഒറ്റയ്ക്ക് ഇങ്ങനെ പോണത്, നമ്മളാരും ഇല്ലാണ്ട്. അങ്ങനെ കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അവരവിടെ എത്തിയതും പിന്നെ ഓരോ സ്ഥലത്തേക്ക് പോണതൊക്കെ ടീച്ചർ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു കേട്ടോ, മെസ്സേജായിട്ടും ഒക്കെ അയക്കുന്നുണ്ടായിരുന്നു. അവർ പോയത് ചാവക്കാട് മറൈൻ വേൾഡ്, പിന്നെ പുന്നത്തൂർ കോട്ട, പഞ്ചവടി ബീച്ച്, ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെയാണ് കേട്ടോ അവർ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഈ പാർക്കിലൊന്നും അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ചെയ്യാൻ വന്നപ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ ഒരു രാത്രി ഒരു 8:15 ആകുമ്പോഴാണ് കേട്ടോ അവൻ തിരിച്ചു വന്നത്. അപ്പോൾ ഇങ്ങനെ അവർ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ തരണുണ്ടായിരുന്നു, ഇന്ന സ്ഥലത്ത് എത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് കേട്ടോ നമ്മളോട് വീട്ടിൽ നിന്ന് പോയത്. അപ്പോൾ അതാ നമ്മളവനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്ര ഉള്ളൂ. അവർ 7:30 ബസ്സിന് അവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാനത് പറയാൻ വിട്ടതാണ്. നാത്തൂനും ഇളയനും കേട്ടോ, അവരൊരു 12 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.